ഏവർക്കും കരിയർ ഗീക്കിന്റെ മൈക്രോസോഫ്റ്റ് എക്സൽ ബേസിക് സീരീസിലേക്ക് സ്വാഗതം. ആദ്യത്തെ 3 പാർട്ടിലായിട്ട് നമ്മൾ ബേസിക്കുകൾ കുറച്ച് കവറേജ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 4ാമത്തെ പാർട്ടിൽ കാണാൻ പോകുന്നത് ബേസിക് കാര്യങ്ങളാണെങ്കിലും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിന്റെ ചെറിയ ചെറിയ ടിപ്സുകളുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഞാനിവിടെ ടോപ്പ്, മിഡിൽ, ബോട്ടം എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ്, സെന്റർ, റൈറ്റ് എന്താണെന്ന് മനസ്സിലായി കാണും. അലൈൻമെന്റുകളാണിത്. നമ്മുടെ ഈ ഒരു ഹോം ടാബിൽ അലൈൻമെന്റ് ഗ്രൂപ്പിൽ കുറച്ച് അലൈൻമെന്റുകളുണ്ട്. ഇവയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഈ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ള വേർഡിങ് എടുത്ത് ഈ ഒരു സെല്ലിൽ ഇടുകയാണ്. അതായത് F6 എന്ന സെല്ലിൽ ഇട്ടിട്ടുണ്ട്. നോർമലി ഈ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ള വേർഡ് ഈ ഒരു സെല്ലിൽ നിന്ന് കടന്ന് ഓവർലാപ്പ് ആയിട്ട് ഇപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. നമ്മൾ നോർമലി ഇതിന്റെ വിട്ട് ഇവിടെ നമ്മൾ ഓട്ടോ ഫിറ്റ് ചെയ്യുക അല്ലെങ്കിൽ റാപ്പ് ടെക്സ്റ്റ് കൊടുക്കുകയോ ചെയ്യും. റാപ്പ് ടെക്സ്റ്റ് കൊടുത്ത് ഞാൻ ഇതിന്റെ ഹൈറ്റും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. കാരണം നമ്മുടെ ഈ ഒരു വിട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അലൈൻമെന്റുകളെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടാണ്. ഈ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. വേറെ വല്ല അലൈൻമെന്റുകളും ഇവിടെ സെലക്ട് ആയി കിടപ്പില്ല. ഈ ഒരു ബോട്ടം അലൈൻമെന്റ് മാത്രമാണ് കിടക്കുന്നത്. അതായത് ഡിഫോൾട്ട് ആയിട്ട് ബോട്ടം അലൈൻമെന്റിലായിരിക്കും ഒരു ടെക്സ്റ്റ് കിടക്കുന്നത്. ഇപ്പോൾ ടോപ്പ്, മിഡില്, ബോട്ടം ഉണ്ട്. ലെഫ്റ്റ്, സെന്റർ, റൈറ്റ് ഉണ്ട്. നമ്മൾ ഈ ഒരു ലെഫ്റ്റ്, സെന്റർ, റൈറ്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ്. എന്നാൽ ടോപ്പ്, മിഡിൽ, ബോട്ടം നമ്മൾ അധികം ശ്രദ്ധിച്ചു പോയിട്ടില്ല. അവയെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. മിഡിൽ അലൈൻമെന്റ് സെലക്ട് ചെയ്യാണ്. നോക്കുക, ഈ ഒരു ടെക്സ്റ്റ് മിഡിലോട്ട് കയറിയിട്ടുണ്ട്. ഈ ഒരു ടോപ്പ് അലൈൻമെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വേർഡിങ് ടോപ്പിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടുന്ന് ഈ ഒരു റൈറ്റ് അലൈൻമെന്റ് കൊടുക്കുകയാണ്. റൈറ്റ് അലൈൻമെന്റ് കൊടുക്കുമ്പോൾ ഈ ഒരു ടെക്സ്റ്റ് റൈറ്റിലോട്ട് പോയിട്ടുണ്ട്, എന്നാൽ അത് ടോപ്പിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു ബോട്ടം അലൈൻമെന്റ് കൊടുക്കുകയാണ്. ബോട്ടം അലൈൻമെന്റ് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് അലൈൻമെന്റ് കിടപ്പുണ്ട്. അതായത് റൈറ്റ് ബോട്ടത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു സെന്റർ കൊടുക്കുകയാണെങ്കിൽ സെന്റർ ബോട്ടം. ഈ ഒരു മിഡിൽ കൊടുക്കുകയാണെങ്കിൽ സെന്ററിലുമാണ് മിഡിലുമാണ്. ഈ ഒരു സെല്ലിന്റെ മിഡിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ സെന്റർ പൊസിഷനിലുമാണ് നിൽക്കുന്നത്. ഞാൻ ഒന്ന് ലെഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സെല്ലിൽ മിഡിലാണ്, എന്നാൽ ലെഫ്റ്റിനോട് ചേർന്നുമാണ് അലൈൻമെന്റ് എടുക്കുന്നത്. ഒരു ടോപ്പിൽ കൊടുക്കുകയാണ്. ലെഫ്റ്റ് ചേർന്ന് ടോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ മിഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സെന്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെന്ററും ടോപ്പുമാണ് കിടക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ ഒരു പൊക്കത്തിലത്തെ ടോപ്പ്, മിഡിൽ, ബോട്ടം അലൈൻമെന്റുകളും കൂടെ നമുക്ക് ഈ ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ അലൈൻമെന്റ് കൊടുത്തിൽ ശ്രദ്ധിച്ച് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ടെക്സ്റ്റുകളൊക്കെ എഫക്റ്റീവ് ആയിട്ട് അലൈൻമെന്റുകൾ നടത്താൻ പറ്റും. ഈ ഒരു സെല്ലിൽ എക്സ്പെൻസ് എന്നുള്ള വേർഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്ക്, നമുക്ക് ഈ ഒരു സ്പേസ് ബാർ ഉപയോഗിച്ച് നമ്മൾ ഇത് ഇങ്ങനെ ചിലപ്പോൾ ഒരു അറ്റത്തോട്ടൊക്കെ ഒരു അലൈൻമെന്റ് കറക്റ്റ് ആക്കാനൊക്കെ ആയിട്ട് നമ്മൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്. നമ്മൾ വേർഡിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടാബ് കീ ഉപയോഗിച്ച് നമ്മൾ സ്പേസ് ബാറിന് പകരം ടാബ് എന്ന് പറയുന്ന കീ ഉപയോഗിച്ച് നമ്മൾ ഇൻഡന്റുകൾ മാറ്റാറുണ്ട്. നമുക്ക് ഇവിടെ ഇൻഡന്റ് ഫംഗ്ഷൻ ഇവിടെയുണ്ട്. ഇത് ഡിക്രീസ് ഇൻഡന്റ്, ഇൻക്രീസ് ഇൻഡന്റ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക നോക്കാം. ഇതുണ്ടോ, ആ ഒരു നമുക്ക് സ്പേസ് ബാർ ഇടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ ടെക്സ്റ്റ് നമുക്ക് ഒരു സെല്ലിൽ നിന്ന് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഇൻഡന്റ് കുറയ്ക്കണമെങ്കിൽ കുറച്ചും കൊണ്ടുപോകാം. നമുക്ക് ആ സ്പേസ് ബാറിന്റെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഇവിടെ കുറയ്ക്കാം. ഇവിടെ നമ്മൾ എക്സലിൽ നമ്മൾ ടാബ് ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ അടുത്ത സെല്ലിലോട്ട് ജമ്പ് ചെയ്തു പോകും. അതിന് പകരമാണ് നമുക്കിവിടെ ഇൻഡന്റ് കീ, നമുക്ക് ഇൻഡന്റ് റിബൺ ഉപയോഗിച്ച് നമുക്കിത് കൈകാര്യം ചെയ്യാം. നമ്മൾ ടോട്ടലൊക്കെ എഴുതുമ്പോൾ മാനുവലായിട്ട് നമ്മൾ ടോട്ടലൊക്കെ എഴുതിയിട്ട് ന്യൂമറിക്കൽ വേർഡൊക്കെ നമ്മൾ ഡബിൾ ആയിട്ട് അണ്ടർലൈൻ കൊടുക്കാറുണ്ട്. നമ്മൾ നോർമലി ഇവിടെ ഒരു അണ്ടർലൈൻ ഉണ്ട്. നോക്കുക, ഈ ഒരു അണ്ടർലൈൻ ഒരു സിംഗിൾ അണ്ടർലൈൻ ആണ് വന്നത്. നമുക്ക് ഡബിൾ അണ്ടർലൈൻ എന്നുള്ള ഓപ്ഷനും എക്സൽ അവൈലബിൾ ആണ്. ഈ അണ്ടർലൈൻ ഇവിടെ ഒരു റൈറ്റ് സൈഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡബിൾ അണ്ടർലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നോക്കുക, അണ്ടർലൈൻ ഡബിൾ ആയിട്ടുണ്ട്, ഡബിൾ അണ്ടർലൈൻ വന്നിട്ടുണ്ട്. ഈ ഓപ്ഷനും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. ഇവയും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ബോർഡറിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. ഞാൻ ഈ ഒരു ഇത്രയും ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഈ ഒരു ബോർഡർ ഇപ്പോൾ നിൽക്കുന്നത് ബോട്ടം ബോർഡർ എന്നൊരു ഓപ്ഷനാണ് ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷനും അതാ തന്നെയാണ്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടോ, ബോട്ടത്തിൽ മാത്രം ഇതിൻ്റെ ഒരു ബോർഡർ വന്നു. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് ബോർഡർ കൊടുക്കുകയാണ്. ഇത് ലെഫ്റ്റ് സൈഡിൽ മാത്രം ബോർഡർ വന്നു. ഇവിടെ ഒരു ഓൾ ബോർഡർ ഓപ്ഷൻ ഉണ്ട്. ഓൾ ബോർഡർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ സെല്ലിലും ബോർഡർ അപ്ലൈ ചെയ്യാവും. ഇനി നോക്കുക, നോ ബോർഡർ കൊടുത്ത് എല്ലായിടത്തു നിന്നും ബോർഡർ അപ്രത്യക്ഷമാകും. ഇവയെല്ലാം കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് നമുക്കൊന്ന് സ്റ്റൈല് മാറ്റി നോക്കാം. ലൈൻ സ്റ്റൈൽ ഈ ഒരു ഡബിൾ ലൈൻ ആക്കിയേക്കാം. ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഡബിൾ ലൈൻ ആയിട്ടുള്ള ബോർഡർ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പല സ്റ്റൈലും നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ലൈനിന്റെ കളറും നമുക്കൊന്ന് മാറ്റാം. ജസ്റ്റ് ഞാനൊരു ഗ്രീൻ കളർ എടുക്കുകയാണ്. എന്നിട്ട് ഈ സ്റ്റൈലിൽ നിന്ന് മാറ്റി ഒരു തിക്ക് ആയിട്ടുള്ള ബോർഡറിങ് കൊടുക്കുകയാണ്. നോക്കുക, ഒരു തിക്ക് ബോർഡർ വന്നിട്ടുണ്ട്. എന്നാൽ അതിന്റെ കളറും നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഓൾ ബോർഡർ കൊടുക്കുകയാണ്. നോക്കുക, ഒരു ഗ്രീൻ കളറുള്ള ബോർഡർ നമുക്ക് എല്ലാ സെല്ലിലും അപ്ലൈ ആയിട്ടുണ്ട്. ഓക്കെ.